إن الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والأرض وخلق كل شيء فقدره تقديرا. الحمد لله الذي خلق الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا ثم هداه السبيل إما شاكرا وإما كفورا. وأشهد أن لا إله إلا الله الحي الحميد ذو العرش المجيد الفعال لما يريد. وأشهد أن محمدا عبده ورسوله أرسله بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. ഏറെ ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിരോധനങ്ങളും ജീവിതത്തിൽ പരിപൂർണമായി പകർത്തി അവനെ ഭയപ്പെട്ട് യഥാർത്ഥ മുത്തഖികൾ ആയി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അതിവേഗതയിൽ നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലിൻ ഇബ്നി ആദമ ലഹു. ആദമിന്റെ മക്കൾ നിർവഹിക്കുന്ന കർമ്മങ്ങളൊക്കെ അത് അവന് വേണ്ടിയാണ്. ഇല്ല സൗം, നോമ്പൊഴിച്ച്. ഫഇന്നഹു ലീ, നോമ്പ് എനിക്ക് വേണ്ടിയാണ്. വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. നോമ്പ് ഇതര ആരാധനാ കർമ്മങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും മറ്റുള്ളവരൊക്കെ കാണും. നിസ്കരിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ച ഭാര്യയും കുട്ടികളും കാണും, പള്ളിയിൽ വന്ന് നിസ്കരിച്ച നാട്ടുകാരും കാണും. സ്വതക്കയും ദാനധർമ്മവും സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ ഒറ്റക്ക് കൊണ്ടുപോയി എടുത്താൽ വാങ്ങണമെങ്കിലും അറിയും, വാങ്ങുന്നവൻ സ്വീകരിക്കുന്നവൻ അറിയും. പള്ളിയിൽ സക്കാത്ത് സെല്ലിനെ ഏൽപ്പിച്ചാൽ കമ്മിറ്റിക്കാരെല്ലാവരും അറിയും. ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ എല്ലാവരും അറിയും. പക്ഷെ നോമ്പ് ഒരാളെടുത്താൽ അത് ആരും അറിയും. ആ നോമ്പെടുത്തവനും റബ്ബും മാത്രമറിയുന്ന പ്രത്യേകമായ ഒരു ഇബാദത്താണ്. ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ ആർക്കാ നോമ്പുള്ളത്, ആർക്കാ നോമ്പില്ലാത്തത്, സുന്നത്ത് ആരൊക്കെ നിസ്കരിച്ചത്, തഹിയ്യത്ത് ആരൊക്കെ നിസ്കരിച്ചത്, നിസ്കരിക്കാത്തത്, അതൊക്കെ എല്ലാവരും കാണും. പക്ഷെ നോമ്പ് ആർക്കാ ഉള്ളത് ഇല്ലാത്തത് തിരിച്ചറിയാൻ കഴിയും. ഒരാൾ നോമ്പെടുക്കുന്നത് അവനും റബ്ബും തമ്മിൽ മാത്രമുള്ള ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ആത്മീയമായ ഒരു ഇഖ്ലാസിന്റെ വശം അതിനകത്ത് ഉൾക്കൊള്ളുന്നത് കൊണ്ട് അല്ലാഹു കൊടുത്ത ഓഫർ, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കുമെന്നാണ്. നമസ്കാരത്തിന് പ്രതിഫലം പഠിപ്പിച്ചിട്ടുണ്ട്. മിനിമം 10 ഇരട്ടി, മാക്സിമം 700 ജമാഅത്തിന് 27 ഇരട്ടി. മയ്യത്ത് സന്ദർശിച്ച് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത് അത് ഖബറടക്കം പൂർത്തിയാക്കി തിരിച്ചു വന്ന 2 ഖൈറാത്ത് പ്രതിഫലം. ഇങ്ങനെ ഓരോന്നിനും അളവ് പറഞ്ഞിട്ടുണ്ട്.
നോമ്പിന് അളവ് പറഞ്ഞു. ഇത്രയാണ് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടല്ല. അത്രമാത്രം ഒരു ഇഖ്ലാസ് കടന്നു വരുന്ന ഒരു മേഖലയാണ് നോമ്പെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ആ ഒരു തൃപ്തിക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിധേയരായിക്കൊണ്ട് വേണം നോമ്പ് പോലെ മറ്റു ആരാധനാക്രമങ്ങളും നിർവഹിക്കുവാൻ. എങ്കിൽ നോമ്പിൽ സ്വാഭാവികമായി കടന്നു വരുന്ന ഇഖ്ലാസിന് ഞാൻ പ്രതിഫലം നൽകുമെന്ന് റബ്ബ് പറഞ്ഞാൽ, ആ ഒരു ഇഖ്ലാസിനെ ഇതര മേഖലകളിലേക്ക് മുഴുവൻ വ്യാപിപ്പിച്ചാൽ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനു വേണ്ടി മാത്രം പണിയെടുത്താൽ, അത് മുഖേന നമുക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് അത് ചിന്തകൾക്ക് അതീതമാണ്. നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിധേയരായ ദാസന്മാരായി മാറും. എനിക്ക് ഇന്ന് ഖുതുബയുടെ ആശയമായി, സന്ദേശമായി എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ളത് റബ്ബിന്റെ ഇഷ്ടദാസന്മാരാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ ആയി മാറുക. അത് മുഖേന നമുക്ക് ദുനിയാവും ആഖിറത്തും വളരെ പൂർണ്ണതവൽക്കരിക്കുന്ന ഒരു സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, പ്രയാസരഹിതമായ ഒരു ജീവിതത്തെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദാ ജിബ്രീൽ. അല്ലാഹു തന്റെ ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കും. എന്നിട്ട് വിളിച്ചിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു. ഇന്ന അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ജിബ്രീലേ നീയും ആ അടിമയെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ആ വ്യക്തിയെ ജിബ്രീൽ ഇഷ്ടപ്പെടുമെന്ന്. അങ്ങനെ ജിബ്രീൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫയുനാദി ജിബ്രീലു മിൻ ഫി അഹ്ലിസ് സമാ, ആകാശ ലോകത്ത് ജിബ്രീൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന്. അപ്പോൾ ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശ ലോകത്തുള്ള അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇബാദത്തുകൾ മാത്രം ചെയ്ത് ഇഖ്ലാസോടുകൂടി മറ്റൊന്നും ചിന്തിക്കാത്ത ആ മലായിക്കത്തുകൾ സമ്പൂർണമായി ആ വ്യക്തിയെ ഇഷ്ടപ്പെടും. അതിന്റെ ഫലമായി കൊണ്ട് അദ്ദേഹം ഭൂമിയിൽ ആളുകൾക്കിടയിൽ തൃപ്തിപ്പെടുന്നവനായി മാറും. അള്ളാഹുവിന്റെ ഇഷ്ടം, ജിബ്രീലിന്റെ ഇഷ്ടം, ആലമുൽ മലായിക്കയുടെ ഇഷ്ടം, ഈ ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരുടെയും തൃപ്തിക്കും ഇഷ്ടത്തിനും വിധേയമായി തീരും. അതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് റബ്ബിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളതാണ്. എന്താണ് അള്ളാന്റെ തൃപ്തി ലഭിക്കാൻ, ഇഷ്ടം ലഭിക്കാൻ, റബ്ബ് പ്രത്യേകമായി ഇഷ്ടപ്പെടുന്നവരായി മാറാനുള്ള മാർഗം എന്താണ്? വിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസുകൾ, അതിനൊരുപാട് നിബന്ധനകൾ, കണ്ടീഷനുകൾ വെച്ചു. ഞാൻ ഖുതുബയുടെ തുടക്ക ഭാഗത്ത് നിങ്ങളെ കേൾപ്പിച്ച ആയത്ത്, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങളുടെ കൈകളെ, കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിയിടരുത്. നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളെ, ഇഹ്സാനുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. 5 തവണ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ തുടങ്ങിയുള്ള പദപ്രയോഗങ്ങളിലൂടെ 5 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പ്രയോഗിച്ച പ്രയോഗമാണ് ഇഹ്സാൻ ഉള്ളവരാവുക. മുഹ്സിനുകൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. മുഹ്സിനുകൾ മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബു തവാബീൻ, അല്ലാഹു തൗബ ചെയ്യുന്നവരെ, തെറ്റ് ചെയ്താൽ അവിടെ കടന്ന് ന്യായീകരിച്ച് മെഴുകാതെ തന്റെ പക്കൽ സംഭവിച്ചു പോയ അബദ്ധത്തെ സംബന്ധിച്ച് തിരിച്ചറിവുണ്ടായി കുറ്റബോധത്തിൽ നിന്ന് അധിഷ്ഠിതമായ തൗബയും ഇസ്തിഗ്ഫാറും, പാപമോചന തേട്ടം റബ്ബിന്റെ മുൻപിലേക്ക് കരഞ്ഞ് തന്റെ പ്രശ്നങ്ങളെ, കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തിൽ ചെയ്തു പോയ അബദ്ധങ്ങളെ, പാപങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് റബ്ബേ എനിക്ക് നീ പൊറുത്തു തരണമേ എന്ന് പറയുന്ന, തൗബ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതതഹിരീൻ, മുതതഹിറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. തഹാറത്ത്, ശുദ്ധി, അകവും പുറവും, ആത്മീയമായ ശുദ്ധി, മാനസികമായ ശുദ്ധി, ശാരീരികമായ ശുദ്ധി, എല്ലാ നിലക്കും ശുദ്ധമായ ഒരു പ്രകൃതം വെച്ച് പുലർത്തുക എന്നുള്ളത്. അല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പാലിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു തഖ്വ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ഗുണവിശേഷണങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വാതിൽ തുറന്നിട്ടതാണ്.
അതുകൊണ്ട് കയറിപ്പോയിട്ട് പഠിക്കുക. ആർക്കൊക്കെയാണ് അള്ളാഹിന്റെ ഇഷ്ടം എന്നിട്ട് അവനായി മാറാൻ ശ്രമിക്കുക. എങ്കിൽ ആ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും കണക്കാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിഫലത്തിന്റെ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഞാൻ ഒരൊറ്റ പോയിന്റിലേക്ക് മാത്രം എൻ്റെ സംസാരത്തെ ചുരുക്കുകയാണ്. ഇഹ്സാനുള്ള ആളുകൾ, അഹ്സിനൂ, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണമെന്ന്. എന്താണ് ഇഹ്സാൻ? ഇസ്ലാം അതിന് 3 പദവികളുണ്ട്, 3 ദറജകൾ. മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിനകത്ത് 3 പദവികളിലാണുള്ളത്. ഏറ്റവും താഴെപ്പടി അതാണ് ഇസ്ലാം. ആ ഇസ്ലാം സ്വീകരിച്ചവനാണ് മുസ്ലിം. അതിൽ എല്ലാം ഉണ്ടാവും. നിസ്കരിക്കുന്നുണ്ടാവും, നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പലിശന്റെ ഇടപാട് നടത്തുന്നവൻ അതിലുണ്ടാവും. പള്ളിക്ക് വന്ന് നിസ്കരിക്കണമുണ്ടാവും, അത് കഴിഞ്ഞാൽ നേരെ ഭക്ഷണം കഴിച്ച് അടുത്ത സിനിമാ തിയേറ്ററിലേക്ക് അടുത്ത സിനിമയ്ക്ക് കയറണവൻ അതിന് പോകും. പള്ളിക്ക് ളുഹർ ജമാഅത്തിനുണ്ടാവും, അത് കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും അടുത്ത തമ്മാടിത്തത്തിലേക്ക് പോകണം. അവനൊക്കെ മുസ്ലിമാണ്, അവനൊന്നും ഇസ്ലാമൊന്നും പുറത്തല്ല. അതാണ് ഇസ്ലാം. അതൊരു പടിയാ, താഴെ പടിയാ. അതിന്റെ മുകളിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് ഈമാനിൻ്റെതാണ്. അവനെയാണ് മുഅ്മിൻ എന്ന് വിളിക്കുക. ആ മുസ്ലിമിനെ പോലെയല്ല അവന്റെ ജീവിതത്തിൽ അല്പം ശ്രദ്ധയും സൂക്ഷ്മതയും കൂടുതലായി. തിന്മയിലേക്കൊക്കെ എത്താതിരിക്കാനുള്ള ഒരു ശ്രദ്ധ, ഗൗരവമൊക്കെ അവനവന്റെ ഇബാദത്തുകൾ പ്രകടമാണ്. അതിന്റെയും മുകളിൽ ഒരു പദവിയുണ്ട്. ആ പദവിയുടെ പേരാണ് ഇഹ്സാൻ. ഇസ്ലാമിന്റെ മേലെ, ഈമാനിന്റെ മേലെയാണ് ഇഹ്സാൻ ഉള്ളത്. ആ ഇഹ്സാനിലേക്ക് എത്തിയവനെയാണ് മുഹ്സിൻ എന്ന് വിളിക്കുന്നത്. ആ മുഹ്സിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഞാൻ മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്താ ഇഹ്സാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനുഷ്യ രൂപത്തിൽ പള്ളിയിലേക്ക് കടന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിനോട് ചോദിക്കുകയാണ്, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? റസൂൽ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഇഹ്സാൻ അൻ തഅബുദുല്ലാഹ്, അൻ തഅബുദല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. എങ്ങനെ? കഅന്നക തറാഹു, നീ റബ്ബിനെ കാണുന്നത് പോലെ ആണ്. നമുക്ക് എപ്പോഴെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ മുമ്പിൽ അള്ളാഹിനെ കാണുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ലെങ്കിൽ ആ പദവിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നല്ല. അങ്ങനെയൊന്നും സാധിച്ചു എന്ന് വരില്ല. ഫഇല്ലം തകുൻ തറ, നീ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം സാധിക്കും, നീ ഇബാദത്ത് ചെയ്യണം. എങ്ങനെ? ഫഇന്നഹു യറാക, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു വിചാരത്തോടു കൂടി ഞാനിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ, നിസ്കാരത്തിൽ മാത്രമല്ല, ഞാൻ സകാത്ത് നൽകുമ്പോ, ഞാൻ നോമ്പെടുക്കുമ്പോ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ബോധത്തോടു കൂടി കർമ്മം ചെയ്യുക, ഇബാദത്ത് ചെയ്യുക. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുക. ജീവിതത്തിലുടനീളം നമ്മൾ, ഞാനും നിങ്ങളും ഇഹ്സാൻ ഉള്ളവരായിരിക്കണം. ഖുർആനിന്റെ കൽപ്പനയാണ് അഹ്സിനു. എവിടെയാണ്, എവിടെയൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഇഹ്സാൻ ഉണ്ടാവും. അവിടെയൊക്കെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് തന്റെ സ്വഭാവത്തെ, പെരുമാറ്റത്തെ, കർമ്മത്തെ, ഇബാദത്തുകളെ, ഇടപാടുകളെ എല്ലാം ആ ഒരു റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു വിചാരത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 5 ഇടങ്ങളിൽ അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ മാതാപിതാക്കളോട് നീ ഏറ്റവും നല്ല സഹവർത്തിത്വത്തിൽ ഏർപ്പെടണം, ഏറ്റവും നല്ല നിലക്ക് പെരുമാറണം. മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഇങ്ങനെ ഒരു വാപ്പിയും എനിക്ക് ഉണ്ട് എന്ന് അറിയാത്ത ആൾക്കാർ. ഇടക്കൊക്കെ ഒന്ന് ബന്ധപ്പെടുന്നവരും ഇടപെടുന്നവരും സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ വാപ്പാന്റെയും ഉമ്മാന്റെയും സേവനം കഴിച്ച് എന്റെ ബാക്കിയുള്ളൂ. മാതാപിതാക്കൾ, അവർക്ക് ഞാനാണ് സാധാരണ ഭക്ഷണം കൊടുക്കാറുള്ളത്. ഞാൻ വന്നപ്പോ ഇപ്പം വൈകിപ്പോയി, അപ്പോഴേക്കിന് മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി. അവർ ഉറങ്ങുന്നത് വരെ അവരുടെ കാൽക്കീഴിൽ അവരുടെ ഭക്ഷണവുമായി ഞാൻ കാത്തുനിന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിൽ അകപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ? അത് മുഹ്സിനിന്റെ സ്വഭാവത്തിൽപ്പെട്ട. താൻ ഭക്ഷണം കഴിക്കാതെ, തന്റെ ഭാര്യയെ കഴിപ്പിക്കാതെ, തന്റെ മക്കളെ കഴിപ്പിക്കാതെ ഉറങ്ങിക്കിടക്കുന്ന മാതാപിതാക്കളുടെ ഉണർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ. കഴിച്ചെങ്കിൽ കഴിച്ചോട്ടെ, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോട്ടെ, അങ്ങനത്തെ നിലപാടുള്ള ആൾക്കാരുണ്ടാവും. ഇസ്ലാമിലുള്ളവരുണ്ട്, ഈമാനിലുള്ളവരുണ്ട്, ഇഹ്സാനിലുള്ളവരുണ്ട്. നമ്മൾ എത്തിപ്പെടേണ്ടത് ഇഹ്സാനിന്റെ അവസ്ഥയിലേക്കായിരിക്കും. ഖുതുബയുടെ തുടക്കത്തിൽ കേൾപ്പിച്ച വചനം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. ചെലവഴിക്കുന്നവരുണ്ട്, കുറച്ചൊക്കെ കൊടുക്കുന്നവരുണ്ട്,
പള്ളീന്റെ പുറത്ത് ഇങ്ങനെ അസർ ലൊഹറിനൊരു കളക്ഷൻ ഒരാളെ കണ്ട് അസറിന് ഒരാളെ കാണുമ്പോൾ ദേഷ്യം വരുന്നവരുണ്ട്. അവനൊക്കെ മുസ്ലിം ആട്ടോ. ദേഷ്യം വന്നിട്ട് ഇപ്പുറത്താണ് കളക്ഷൻ ആൾ നിൽക്കണമെങ്കിൽ അപ്പുറത്ത് കൂടെ പോകണമെന്ന്, അപ്പുറത്താണ് നിൽക്കണമെങ്കിൽ ഈ വാതിലേക്ക് കൂടെ പോകണമെന്ന്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അവനൊക്കെ മുസ്ലിമാ. അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകില്ല. പക്ഷെ ഒരാളെ പോക്കറ്റിൽ 100 രൂപ ഉണ്ട്. ലൊഹറിന് വന്നവനും 10 കൊടുത്ത്, അസറിന് വന്നവനും 10 കൊടുത്ത്, മഗ്‌രിബിന് വന്നവനും 10 കൊടുത്ത്, 100 കൊണ്ട് താൻ ജീവിക്കേണ്ടത് അവന് 70 കൊണ്ടോ 60 കൊണ്ടോ ഉള്ളതുകൊണ്ട് എത്ര ബാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കണം. ഓ മുഅ്മിനിന്റെ പദവിയിലാണുള്ളത്. ആകെയുള്ള 100 റുപ്യ കൊടുത്തിട്ട് അന്ന് പച്ചവെള്ളം കുടിച്ചിട്ട് സാരല്ല നാളെ റബ്ബ് വേറെ മാർഗം കാണിച്ചു തരും എന്ന് തീരുമാനിക്കുന്നവൻ അവനാണ് മുഹ്സിൻ. അവനാ മുഹ്സിൻ. അബൂബക്കർ റളിയല്ലാഹു മുഴുവൻ കൊടുത്ത് എന്നിട്ട് അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാ ഉമർ റളിയല്ലാഹു അൻഹു. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കണം നമ്മൾ. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നാൽ രക്ഷപ്പെട്ടുകൊള്ളും എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. മുസ്ലിമിൻ്റെതായ ഏറ്റവും താഴ്ന്ന പദവിയിൽ ജീവിച്ച് ഖൈറു ഷർറൈറ്റ് അങ്ങോട്ട് മുന്നോട്ട് പോയി അവന്റെ മീസാൻ തിന്മയുടെ വശമാണ് അധികമായി തൂങ്ങി നിൽക്കുന്നതെങ്കിൽ അവന്റെ നന്മയൊക്കെ കൂടി ഉപകാരപ്പെടാത്തൊരവസ്ഥയിലേക്ക്, നരകത്തിലേക്ക് അവൻ ആപതിക്കും. അന്നുകൾ അള്ള പുറത്തു കൊടുക്കണം. അള്ള പുറത്തു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവന്റെ തിന്മയുടെ തുലാസിന്റെ മുകളിൽ അവന്റെ നന്മയുടെ തട്ട് തൂങ്ങി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചിലവഴിക്കുന്നിടത്ത് ധാരാളമായി നമ്മൾ ചെലവഴിക്കുന്നവരാണ്. റമദാൻ 6-7 ദിവസങ്ങൾ 8 ദിവസം പിന്നിടുമ്പോ എത്രയോ ദാനധർമ്മങ്ങൾ നിർവഹിച്ച ആളുകളാണ്. ഏതൊരവസ്ഥയിലായിരുന്നു എന്റെ കഴിഞ്ഞ 8 ദിവസക്കാലത്തെ ചെലവഴിക്കലുകൾ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഒന്ന് തിരിച്ചിറങ്ങി പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലകളിലും ഇഹ്സാൻ വേണമെന്ന് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ നൽകുമ്പോഴും അവിടെയൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ ചേർത്തി പറഞ്ഞുകൊണ്ട് ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തൊക്കെ ആ ഒരു പദവിയിലേക്ക് ഉയർന്ന ആളുകളായിരുന്നു. സഹാബത്തിനെ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നതിന് ഇല്ലദീന അഹ്സനു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉഹുദ് യുദ്ധം സംഭവിച്ചത്. ആ ഉഹുദ് യുദ്ധത്തിൽ 70ഓളം വരുന്ന ആളുകൾ പ്രവാചകന്റെ സഹാബത്ത് അവര് രക്തസാക്ഷിത്വം വരിച്ചു. അതിൽ 35ഓളം വരുന്ന ശരീരങ്ങൾ അവര് ഛിന്ന ഭിന്നമാക്കി. കൈ വെട്ടി, കാല് വെട്ടി, അവര് മൂക്കെടുത്ത്, ചെവിയെടുത്ത്, ആന്തരിക അവയവങ്ങളൊക്കെ പുറത്താകെയുള്ള ഒരു പ്രയാസത്തിന്റെ നടുക്കടലിൽ നിന്ന്. അപ്പോഴാണ് തിരിച്ചുപോയ ശത്രു സൈന്യം തിരിച്ചു വീണ്ടും വരുന്നുണ്ട് എന്ന ഒരു വാർത്ത കേൾക്കുന്നത്. ആ സമയത്ത് അള്ളാഹു പറയുന്നു, അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഇസ്തിജാബത്ത് കൊടുക്കണം, വീണ്ടും റെഡി ആവണം എന്ന്. നിങ്ങൾക്ക് വലിയ പരിക്ക് പറ്റി കഴിഞ്ഞതിന് ശേഷവും നിങ്ങളിൽ നിന്ന് തഖ്വയുള്ള ഇഹ്സാനുള്ള ആളുകൾക്ക് അജ്റുൻ അലീം, വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ്. ഈ സംഭവം ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ ജ്യേഷ്ഠത്തി അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുക. ഉർവയോട് ഇങ്ങനെ പറയാ പഴയ ചരിത്രങ്ങൾ. ആ സമയത്താണ് പറയുന്നത്, മോനെ നിന്റെ വാപ്പ ആ വിശുദ്ധ ഖുർആൻ വിളിച്ചലില്ലദീന അഹ്സനു വത്തഖു എന്ന് വിളിച്ച കൂട്ടണ്ടല്ലോ, ആ കൂട്ടത്തിൽ നിന്റെ പിതാവായിരുന്നു വകാന ഫീഹിം അബൂബക്കർ വസുബൈർ, നിന്റെ ഉപ്പയായിരുന്നു സുബൈറും എന്റെ ഉപ്പയായിരുന്നു അബൂബക്കറും ഒക്കെ ആ വിളിക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഉർവ റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു സഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കുവാനുള്ള പരിശ്രമമാണ് പരിശുദ്ധ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടത്. റമദാനിന്റെ മുൻപും റമദാനിന്റെ ദിവസങ്ങളിലും റമദാനിന് ശേഷവും സമമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെറുതെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും അള്ളാഹുവിനില്ല. ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾക്ക് കാരണമാക്കി മാറ്റാൻ പരിശുദ്ധ റമദാനിന്റെ രാവിനെയും പകലിനെയും ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഇഹ്സാനുള്ളവരാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈഇൻ, അല്ലാഹു എല്ലാറ്റിന്റെയും മേൽ ഇഹ്സാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇഹ്സാൻ ഇല്ലാത്തൊരു പരിപാടി ഉണ്ടാവാൻ പാടില്ല. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഇഹ്സാനോട് കൂടി കൊല്ലണം എന്നാണ്. ഒരു ഉപദ്രവകരമായ ഒരു ജീവി, ഒരു പാമ്പ് വീടിന്റെ ഉള്ളിൽ കയറി എന്താ ചെയ്യാ, കൊല്ലണ്ടി വരും. ചിലപ്പോൾ
കൊല്ലേണ്ട ഒരു അവസ്ഥ സംജാതമായ ആ കൊല്ലുമ്പോ അതിനെങ്ങനെ അടിച്ചടിച്ചിട്ട് പ്രയാസപ്പെടുത്തല്ല, നല്ല കനുള്ളൊരു വടിയെടുത്ത് തല നോക്കി ഒന്ന് കൊടുക്കുക, സ്പോട്ടിൽ അതിന്റെ ജീവൻ. കൊല്ലുകയാണെങ്കിൽ നന്നാക്കി കൊല്ലുക, അതിനെ വേദനിപ്പിച്ച് പ്രയാസപ്പെടുത്തി പിന്നെ അങ്ങനെ അവസാനത്തെ ശ്വാസം വിടാൻ വേണ്ടിയിട്ട് അതൊരു അരമണിക്കൂർ എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ അറുക്കുകയാണെങ്കിൽ ബലിയറുക്കുക, കീക്കറുക്കുക, തിന്നാൻ വേണ്ടിയിട്ട് കോഴിയെ, ആടിനെ, മറ്റു മൃഗങ്ങളെ അറുക്കുകയാണെങ്കിൽ അറവിനെ നിങ്ങൾ നന്നാക്കണമെന്നാണ്. അതിങ്ങനെ അതിന്റെ മുൻപിൽ പോയിട്ട് ഇങ്ങനെ മൂർച്ച കൂട്ടി മൂർച്ചയില്ലാത്തൊരായുധം കൊണ്ട് വരച്ച് പ്രയാസപ്പെടുത്തി രക്തം മാറാൻ കുറെ സമയമെടുത്ത് അങ്ങനെയല്ല. അതിന്റെ ജീവനാടി നോക്കി ഏറ്റവും മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഒരൊറ്റ വരയിൽ അതിന്റെ ജീവൻ എടുക്കാൻ, അറുക്കുകയാണെങ്കിലും കൊല്ലുകയാണെങ്കിലും ആ പണി നന്നാക്കി ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം നിസ്കാരത്തിൽ മാത്രമല്ല ഇഹ്സാൻ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് ഈ ചിന്ന ഭിന്നമായ മയ്യത്തുകളുമായിട്ട് കഫൻ ചെയ്യാൻ തുണിയില്ലാണ്ട് പ്രയാസപ്പെടുന്നു. ആ സമയത്ത് പരാതിയുമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബികൾ കടന്നു വന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങൾ ലഭ്യമായ കഫൻ തുണിയിൽ നിങ്ങൾ അവരെ കഫൻ ചെയ്യുക, ഖബറുകളെ നിങ്ങൾ വിശാലമാക്കുക. ഖബറൊന്നും ഇങ്ങനെ വിശാലമാക്കി കൊടുക്കരുത്, അവിടെ പ്രയാസപ്പെടുത്തരുത്. നിങ്ങൾ 2 പേരെയോ 3 പേരെയോ ഒറ്റ ഖബറിനകത്ത് നിങ്ങൾ മറവ് ചെയ്യുക. നിങ്ങൾ നന്നാക്കണം. നല്ല തടിയുള്ള ഒരാളാണ്, 2 ആളെ ഖബർ, ഒരു കുടുംബത്തിലെ ആക്സിഡന്റ് സംഭവിച്ചു, 3, 4, 5 ആളുകൾ 10 ആളൊക്കെ ഒന്നിച്ച് മരണപ്പെട്ടു. അങ്ങനെ ഖബർ ഇത്രേ പാടുള്ളൂ എന്ന് പറഞ്ഞ് അത് ഇടുക്കിയിട്ട് അവരെ പ്രയാസപ്പെടുത്തുകയല്ല വേണ്ടത്. ആ മേഖലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നന്നാക്കണമെന്നാണ്. പേര് വിളിക്കുന്നിടത്ത് വരെ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വഅസ്മാഇ ആബായികും. യൗമുൽ ഖിയാമയിൽ നിങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ ഉപ്പാരുടെ പേരുകൾ കൂടി കൂട്ടിച്ചേർത്തിക്കൊണ്ടാണ് വിളിച്ചു പറയാ. ഓരോരുത്തരെ ഇങ്ങനെ വിചാരണക്ക് വേണ്ടി വിളിക്കുമ്പോ അവിടെ ഐഡന്റിഫിക്കേഷൻ എന്തായിരിക്കും, വാപ്പാന്റെ പേരിലേക്ക് ചേർത്ത് വിളിക്കും. ഫഅഹ്സിനൂ അസ്മാഅകും, നിങ്ങളുടെ പേരിനെ നിങ്ങൾ ഏറ്റവും നന്നാക്കണമെന്നു. പേരിടുന്നിടത്ത് വരെ അതെന്ത് ചെയ്യേണ്ടതുണ്ട്, അത് പ്രകടമാകേണ്ടതുണ്ട് എന്നുള്ള. യുദ്ധത്തിനു വേണ്ടിയുള്ള സംഘങ്ങൾ പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിറകെ നടന്നുകൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു, ഇൻതലിഖു ബിസ്മില്ലാഹ് വബില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് വലാ തഖ്തുലൂ ശൈഖൻ ഫാനിയാ വലാ തിഫ്ലൻ വലാ സഗീറൻ വലാ ഇംറഅതൻ വലാ തഗല്ലു വളമ്മു ഗനാഇമികും വഅസ്ലിഹൂ, നിങ്ങൾ നന്നാക്കണം. വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. യുദ്ധത്തിന് പോവുക. ആരോടാ യുദ്ധം ചെയ്യുന്നത്? മദീനയെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്ന, അതിനുവേണ്ടി സൈന്യത്തെ സ്വരുക്കൂട്ടുന്ന ആളുകൾ. അവരിലേക്ക് യുദ്ധത്തിന് പോകുമ്പോ പറയാ, കുട്ടികളെ നിങ്ങൾ കൊല്ലരുത്, സ്ത്രീകളെ നിങ്ങൾ കൊല്ലരുത്, മഠങ്ങൾക്കകത്ത് ആരാധനാ നിമഗ്നരായി ഇരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ കൊല്ലരുത്, പ്രായം ചെന്ന ആളുകളെ നിങ്ങൾ കൊല്ലരുത്, ചെടികളെ നിങ്ങൾ നശിപ്പിക്കരുത്. അഹ്സിനു, യുദ്ധം ചെയ്യുമ്പോൾ നന്നാക്കി ചെയ്യണം. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുഹ്സിനുകളായി ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു മുഹ്സിനെ പരിചയപ്പെടുന്നു. ഒരാളല്ല, ഒരുപാട് പ്രവാചകന്മാരെ സംബന്ധിച്ച് മുഹ്സിൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഒരാളെ കുറിച്ച് 3 തവണ പറഞ്ഞു. അത് യൂസുഫ് നബി അലൈഹിസ്സലാം. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞത്, വലമ്മാ ബലഗ ശുദ്ധ അതൈനാഹു ഹുക്മൻ വ ഇൽമാ. അദ്ദേഹം പക്വത എത്തിയപ്പോ, പ്രായത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഇൽമും ഹുക്മും അല്ലാഹു നൽകി. വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അപ്രകാരമാണ് മുഹ്സിനുകൾക്ക് നാം പ്രതിഫലം നൽകുക എന്നുള്ളതാണ്. അദ്ദേഹം ജയിലിനകത്ത് എത്തപ്പെട്ടു. ആ എത്തിപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളികളുമായി ഇങ്ങനെ സംസാരിക്കാം. അവര് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കുന്നു. അദ്ദേഹം അവരോട് തൗഹീദ് പറയുന്നു, ആഖിറത്ത് പറയുന്നു, പ്രവാചകന്മാരുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അവരുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയപ്പെടുന്നു. ഈ സംസാര മധ്യേ അദ്ദേഹവുമായിട്ട് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചപ്പോ ആ സംസാരത്തിൽ പോലും ഒരു വല്ലാത്ത ഇഹ്സാൻ അവർക്ക് പ്രകടമായി. ആ ആളുകൾ, ജയിലിലുണ്ടായിരുന്ന ആളുകൾ, അവർ പറഞ്ഞു, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, താങ്കളെ ഞങ്ങൾ ഒരു മുഹ്സിനായി കാണുന്നു എന്നുള്ളത്. സംസാരിക്കുമ്പോ അവിടെ ഒരു മാന്യത, അവിടെ ഒരു ഇഹ്സാൻ, ഏറ്റവും തന്മയത്വം, ഏറ്റവും വലിയ മര്യാദ, അത് സംസാര രംഗത്ത് പ്രകടമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഹ്സിൻ
എന്നൊരു പദവി അദ്ദേഹം ആർജിച്ചു. എന്താണ് അതിന്റെ നേട്ടം? സൂറത്ത് യൂസുഫിൽ തന്നെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ് തബവ്വഅ മിൻഹാ ഹൈസു യശാ. നാം ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് താമസം ഉറപ്പിക്കാവുന്ന വിധം അദ്ദേഹത്തിന് നാം സ്വാധീനം നൽകിയെന്ന്. അദ്ദേഹം ഭരണാധികാരിയുടെ അടുക്കൽ ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് എത്തുന്നത് വരെ അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നത്? യാക്കൂബ് നബിന്റെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നത്. പാപ്പാന്റെ അടുത്ത് 10 മക്കളെയും കൂടി അദ്ദേഹം റേഷൻ വാങ്ങാൻ പറഞ്ഞേക്കാം. എന്താ അർത്ഥം? ആ വീട് പട്ടിണിയിലായിരുന്നു. പട്ടിണിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കിണറ്റിന്റെ അഗാധതയിലേക്ക്, ഇരുട്ടിലേക്ക്, അവിടെ നിന്ന് അടിമച്ചന്തയിലേക്ക്, അവിടെ നിന്ന് തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കലേക്ക്, അവിടെ നിന്ന് കള്ളന്മാരും കൊള്ളക്കാരും വ്യഭിചാരികളും കടന്നു വരുന്ന ജയിലിനകത്തേക്ക്, ജീവിതത്തിന്റെ പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ മുഴുവൻ കടന്നുപോയി പിന്നെ അള്ളാഹ് നേരെ കൊണ്ടുപോയി കയറ്റിയിരുന്നത് ഭരണസിരാ കേന്ദ്രത്തിലേക്കാണ്. അപ്രകാരമാണ് മുഹ്സിനുകൾക്ക് നാം പ്രതിഫലം നൽകുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 9 തവണ വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയുന്നിടത്ത് മുഴുവൻ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗമാണ് യൂസുഫ് നബിയുടെ ചരിത്രം മാത്രം നന്നായി ഒന്ന് പഠിച്ചാൽ മുഹ്സിനായുള്ള നേട്ടം എന്താണ് എന്ന് മനസ്സിലാക്കും. കേവലം മുഹ്സിനാകൽ മാത്രമല്ല അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിധേയമാകാനുള്ള മാർഗം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരമുള്ള മറ്റു ഷർത്തുകൾ പൂർത്തീകരിച്ചാൽ അത് ഷർത്തുകൾ മുഖേന നമുക്ക് റബ്ബിന്റെ ഇഷ്ടദാസന്മാരായി മാറാൻ സാധിക്കും. ഞാൻ പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരു മഹാസൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമുക്ക് നമ്മെ എവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم وسائر المسلمين والمسلمات واستغفر الله إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തി. 8 ദിവസം റമദാൻ പിന്നിട്ട് ഒരുപാട് കർമ്മങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ ഒട്ടേറെ നിർവഹിച്ചു. നമ്മൾ ഒരു ഇവാലുവേഷൻ ഒക്കെ കൂടി കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇവാലുവേഷനൊന്നും സമയം ഉണ്ടാവും. സമയം നമ്മളൊന്നും കണക്കാക്കാനൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിലാണ് നമ്മിൽ നിന്ന് അകന്നുകൊണ്ട് നമസ്കരിച്ചു. ആ നമസ്കാരം ഇത് ഏത് പദവിയിൽ നിന്നുകൊണ്ടുള്ള ഒരു നമസ്കാരമായിരുന്നു എൻ്റെ നമസ്കാരം. നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കേൾക്കുമ്പോൾ ഒരുങ്ങി പുറപ്പെട്ട് വന്ന് വുളൂവിനെ കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അഹ്സനുൽ വുളൂ, നിങ്ങളുടെ വുളൂനെ നന്നാക്കണം. ഹദീസാണ്. നിങ്ങൾ ഇങ്ങനെ വുളൂനെ നന്നാക്കുക, വുളൂ എടുക്കുക എന്നുള്ള ബോധത്തിൽ വേറെ അപ്പുറത്തും നിൽക്കുന്നവരോട് വർത്താനം പറഞ്ഞ കൊണ്ടല്ല, കച്ചവടത്തിന്റെ വിവരം അന്വേഷിച്ചുകൊണ്ടല്ല, മറിച്ച് ബിസ്മി ചൊല്ലി കൈകൾ 3 കഴുകി, പാത്രത്തിൽ നിന്നാണ് വുളൂ എടുക്കുന്നതെങ്കിൽ വെള്ളം ആദ്യം ചെരിച്ചൊഴിച്ച് പാത്രത്തിൽ കൈയിടാതെ കൈ വൃത്തിയാക്കി 3 തവണ പൂർത്തിയാക്കി കഴുകി, അതൊന്ന് അവയവങ്ങളൊക്കെ ഒന്ന് കയറ്റി വൃത്തിയാക്കി കഴുകി, അതിൻ്റെ ഒന്ന് ക്രമം പാലിച്ച് അതിന് ശേഷമുള്ള ദുആഇനെ മനസാന്നിധ്യത്തോടു കൂടി നിർവഹിച്ച് വുളൂവിന് 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ 2 റക്അത്ത് വന്ന് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ അപ്പോഴാണ് വുളൂവിലേക്കുള്ള ശ്രദ്ധയും വുളൂവിൽ ഇഹ്സാൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ഒരു വുളൂ എടുക്കാണ്. ചിലപ്പോൾ അതിന്റെ തെർത്തീവും കാര്യങ്ങളൊക്കെ എണ്ണത്തിലും ഇത്തിബായിലൊക്കെ അബദ്ധം സംഭവിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പം ആ ചെയ്ത കർമ്മം തന്നെ പാഴായി പോകാനുള്ള സാധ്യത. കുറച്ചൊക്കെ ഒരു ശ്രദ്ധ ഈമാനുള്ള ആളുകളും ആ മേഖലയിൽ ശ്രദ്ധ കൊടുക്കുന്ന ആളുകളുണ്ടായിരിക്കും. നമ്മൾ എവിടെയാണ്? നമ്മുടെ വുളൂവിൽ നമ്മൾ മുസ്ലിമാണോ മുഅ്മിനാണോ മുഹ്സിൻ? നമ്മുടെ നമസ്കാരത്തിൽ അതിന്റെ ഒരു അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കും. നമ്മുടെ നോമ്പിന്റെ പകലിന്റെ നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും വർത്താനവും ഇടപെടലൊക്കെ നോമ്പിന്റെ തലേ ദിവസത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
ഒരു സംസാരം നടത്തുമ്പോൾ ഒരാളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ഞാനൊരു നോമ്പുകാരനാണ്, ചീത്ത വാക്കും പ്രവർത്തനമൊന്നും ഉപേക്ഷിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ നീ പട്ടിണി അടക്കണ്ട എന്ന് റബ്ബ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു വിചാരവും ചിന്തയും ഒക്കെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടന്നു വരാറുണ്ടോ സഹോദരൻ? നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ കുട്ടികള്, നമ്മുടെ സഹോദരന്മാർ, ഹമായിമുകൾ, രക്തബന്ധത്തിൽ പിറന്ന നസബിൽപ്പെട്ട ആളുകൾ, ഇവരോടൊക്കെ ഉള്ള ഇടപാട് കഴിഞ്ഞ ഖുതുബയ്ക്ക് ശേഷം ഉള്ള ക്ലാസ്സിൽ സൂചിപ്പിച്ചു. എങ്ങനെയാണ് റസൂലുള്ളാഹി ഭാര്യമാരോട് പെരുമാറിയിരുന്നത്, എങ്ങനെയാണ് മക്കളോട് പെരുമാറിയിരുന്നത്. ആ പെരുമാറ്റത്തിൽ നോമ്പിന് മുൻപുള്ള ജീവിതകാലത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ നോമ്പിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ പോരായ്മകളെ നികത്താനുള്ള ഒരു ഇഹ്സാനോടുകൂടി മക്കളോട് പെരുമാറാനുള്ള ഒരു അവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് യാത്ര പോവാം, മദീനത്ത് നിന്ന് പുറപ്പെടുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയ 3 വീട് അപ്പുറത്താണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്. ആ വീടിന്റെ മുൻപിൽ എത്തിയിട്ട് റസൂലുള്ളാഹി കുട്ടികൾ എവിടെയെന്ന് ചോദിക്കും. ആണ് പോയാൽ മതി, അങ്ങനെയാണ് പോണവരുണ്ട്. കുട്ടികൾ എവിടെയെന്ന് ചോദിക്കും. അപ്പോ ഇപ്പൊ അയക്കാന്ന് പറയാം. കൂടുള്ള സഹാബി റിപ്പോർട്ട് ചെയ്യാം, അല്പം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിയെ അയച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, കുട്ടിയെ കഴുകി വൃത്തിയാക്കി സുഗന്ധദ്രവ്യം പുരട്ടുന്നതിന് വേണ്ടി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സമയമെടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. ആ വീടിന്റെ മുറ്റത്ത് വെച്ച്, ഉമ്മറത്ത് വെച്ച് ആ കുട്ടിയെ ആലിംഗനം ചെയ്യുന്നു, ചുംബിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങും. നാട് വിട്ടു പോവുകയാണ്. എന്തോ ആവശ്യാർത്ഥം റസൂലുള്ളാഹി മദീന വിട്ടു പോവുക. പേരക്കുട്ടിയെ സന്ദർശിച്ച് ആ കുട്ടിയെ ആലിംഗനം ചെയ്തുകൊണ്ട് പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മേഖലകളിൽ, കുടുംബ ബന്ധങ്ങൾ പാലിക്കുന്നിടത്തായിരുന്നാലും ചെലവഴിക്കുന്നിടത്തായിരുന്നാലും സകാത്തിന്റെ വിഷയം പലപ്പോഴും സൂചിപ്പിക്കുവാറുള്ളത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. മുസ്ലിമിന്റെ നിലവാരം ഇസ്രായേൽക്കൊക്കെ എത്തുന്നതിന്റെ മുമ്പ് ആദ്യം ഈമാനിക്ക് എത്തണം. സ്റ്റെപ്പായിട്ട് കയറുള്ളൂ, ഒറ്റടിക്ക് ചാടി കയറൂല. ഒരു മുസ്ലിമിന്റെ നിലവാരം സകാത്തിന്റെ വിഷയത്തിൽ അതൊരു ഇസ്ലാമിലെ കർമ്മമാണെന്നൊന്ന് അംഗീകരിച്ചു കിട്ടാൻ, അത് ആർക്കൊക്കെയോ ഉള്ളൊരു നിയമമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. വ്യക്തികൾക്കല്ല സക്കാത്ത്, പഠിച്ചു വെക്കാം. ഒരൊറ്റ വ്യക്തിക്കും സക്കാത്തില്ല, സക്കാത്ത് സമ്പത്തിനാണ്. സക്കാത്ത് സമ്പത്തിനാണ് സക്കാത്ത്. ഒരു വീട്ടിലൊരു വാപ്പ മരിച്ചു, അനന്തര സ്വത്തായിട്ട് 2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് 1 കോടി രൂപ കിട്ടിയാൽ ആ 1 കോടി രൂപക്ക് സക്കാത്ത് കൊടുക്കണം. പ്രായപൂർത്തിയൊന്നും വേണ്ട. ഞാൻ കുട്ടിക്ക് ബുദ്ധിയില്ല, അവന് അവകാശമുണ്ട്. അത് ആരാണോ സമ്പത്ത് കൈകാര്യം ചെയ്യെങ്കിൽ ആ സമ്പത്തിന് അവൻ സക്കാത്ത്. സമ്പത്തിനാണ് സക്കാത്ത്, വളരുന്ന സമ്പത്തിനാണ് സക്കാത്ത്. ഡെഡായി കിടക്കുന്ന ഒരു സാധനം, ഒരു ബിൽഡിങ്, വീട്, കയറ്റിയ വീട് സക്കാത്ത് നൽകേണ്ടതില്ല. വളരെ ലളിതമാണ് ഇസ്ലാമിലെ സക്കാത്തിന്റെ മേഖല എന്ന് പറയുന്നത്. അത് നോമ്പിൽ മാത്രമായി പ്രത്യേകമായി പറയാതിരിക്കുന്നത്, നോമ്പ് ചെയ്യേണ്ട ഒരു റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലുള്ള ഒരു സ്പെഷ്യൽ കർമ്മമാണ് സക്കാത്ത്, തെറ്റിദ്ധരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് എപ്പോഴാണോ ഹൗല് പൂർത്തിയാകുന്നത്, ഹൗൽ എന്ന് പറഞ്ഞാൽ വർഷം പൂർത്തിയാകും. ഹിജ്റ കലണ്ടറിൽ ഒരു കൊല്ലം പൂർത്തിയാവില്ല. എന്നേ ഞാൻ കച്ചവടം തുടങ്ങി ഡേറ്റ് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അത് എഴുതി വെക്കുന്നവനാ മുഹ്സിൻ. എഴുതി വെച്ച് അതിന്റെ ഹിജ്റ കലണ്ടർ പ്രകാരം ഒരു കൊല്ലം പൂർത്തിയായി, എന്തൊക്കെയാണ് ഒരു കൊല്ലം വന്നത് എന്ന് എഴുതി വെച്ച്, ചെലവ് എവിടൊക്കെ ഉണ്ടായി എന്ന് ആലോചിച്ച് ആ ചെലവ് തോന്നിയോടത്ത് ചെലവഴിച്ചതാണോ അനിവാര്യതയ്ക്ക് ചെലവഴിച്ചതാണോ എന്ന് പണ്ഡിതന്മാര് ചെലവഴിക്കൽ ലറൂരിയത്തിനായിരിക്കണം എന്നുള്ളതാണ്. ലറൂരിയത്ത് ഭക്ഷണമാണ്, ലറൂരിയത്ത് അവന്റെ അഫിയത്ത്, അവന്റെ ചികിത്സയുമായി ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവന്റെ അമ്ന്, അവന്റെ സുരക്ഷിതത്വം, അവന്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മകളുടെ കല്യാണം നടത്താൻ 50 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് മതില് ലൈറ്റ് ഇടാനും ബാൻഡ് സെറ്റിനും അതുപോലുള്ള മ്യൂസിക്കിനും ഹറാമിനും ഡിജെക്കും പാർട്ടിക്കും ചെലവഴിച്ചാല് ആ പണം അത് സകാത്തിന്റെ ചെലവ് കുറക്കുമ്പോ ആ ചെലവിൽ പെടൂല. അത് അലങ്കാരത്തിന് വേണ്ടി അവൻ തോന്നിവാസം ചെയ്തതാണ്. അത് സക്കാത്ത് ഉൾപ്പെടുന്ന സമ്പത്താണ്. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയത്തിൽ എല്ലാ മേഖലകളിലും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നിടത്തും നന്മകളെ പ്രാവർത്തികമാക്കുന്ന മേഖലയിലും കഴിഞ്ഞ ഒരു 8 ദിവസക്കാലം കൊണ്ട് എന്തു മാറ്റമുണ്ടായി ഞാനൊരു നോമ്പുകാരനായിട്ട് എന്ന് ശുദ്ധ ഖുർആന്റെ പാരായണം തുറന്ന ആളുകൾ ഉണ്ടാവാം, ഒരു തവണയൊക്കെ പൂർത്തിയാക്കിയ ആളുകൾ ഉണ്ടാവാം, 2 ജ്യൂസും 3 ജ്യൂസുകളും എത്തി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അത് ഒരാൾ മുസ്ലിം ആണോ മൂമിനാണോ മുഹ്സിനാണോ എന്നതിനനുസരിച്ചിരിക്കും അവന്റെ ഓത്തിന്റെ സ്പീഡ്, അവൻ മനപ്പാടാക്കിയതിന്റെ വേഗത. അവൻ അതിൽ നിന്ന് ഓതുന്ന സമയത്ത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്ന് കാണുമ്പോ എന്താ ഈ പറഞ്ഞതെന്ന് ആലോചിക്കുന്നവൻ, തദബ്ബുർ നടത്തുന്നവൻ. ആരാ മുഖ്സിത്ത്, ആരാ നീതി പാലിക്കുന്നവൻ? ഞാൻ നീതി പാലിക്കുന്നവനാണോ? എന്റെ ഭാഗത്ത് നിന്ന് അനീതികൾ കടന്നു വരാറുണ്ടോ? എന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഞാൻ ഹനിക്കാറുണ്ടോ? ഇത് ചിന്തിക്കാനുള്ളതാണ് ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ളതാ,
വിശുദ്ധ ഖുർആൻ ചിന്തക്കുള്ളതാണ്, വിശുദ്ധ ഖുർആൻ പരിവർത്തനങ്ങൾക്കുള്ളതാണ്, മനുഷ്യ ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ളതാണ്. റമദാൻ 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 എന്ന് പറയുമ്പോൾ ആ റമദാനിന്റെ പ്രത്യേകത അത് ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്നതാ. ആ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത അത് അല്ലാഹു ഖുർആൻ ഇറക്കിയ ദിവസമാണ്, സമയമാണ്, രാത്രിയാണ്. അതുകൊണ്ട് നമ്മൾ ഇടപെടുന്ന ഇബാദത്താവട്ടെ ദുനിയവിയാവട്ടെ ഏതേത് മേഖലകളുണ്ടോ ആ മേഖലകളിലേക്ക് പൂർണ്ണമായി ഇഹ്സാനിനെ, നന്മയെ കൊണ്ടുവരാൻ, ഏറ്റവും ഉന്നതമായ മൂല്യത്തെ കൈവരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാൻ കൊണ്ട് ഒന്നാമത് നേടേണ്ടത്, ലക്ഷ്യമാവേണ്ടത് തഖ്വയായിരിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് സ്വർഗം ലക്ഷ്യം വെക്കണമെന്ന് പറഞ്ഞു. ആ സ്വർഗം ലക്ഷ്യം വെച്ചത് നേടാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിധേയരായി ഇഹ്സാനുള്ളവരും തഖ്വയുള്ളവരും ഒക്കെ ആയി മാറി ജീവിക്കണം എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ പ്യുവർ ഒറിജിനൽ ഈമാനുള്ളവരും ഇഹ്സാനുള്ളവരും ആയി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാണ്. അതിന്റെ മുൻപിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടോ ആ തടസ്സങ്ങൾ മുഴുവൻ തട്ടി മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ 8 ദിവസക്കാലം നാം ചെയ്ത സർവ്വകർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിന്റെ ഫള് കൊണ്ട് നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി മുൻപ് മരിച്ചുപോയ ആളുകൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على محمد وآله وصحبه وسلم تسليما كثيرا والحمد لله.